നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കീമിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരായ സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാനില്ലെന്ന് കോടതി വ്യക്തമാക്കി. നടപടിക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന നടപടികളാണ് അനിശ്ചിതത്വത്തിൽ. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ നടപടിയിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ കോടതി തള്ളി. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായ സർക്കാരിന് മുൻപിൽ സുപ്രീം കോടതി മാത്രമാണ് മുന്നിലുള്ള പോംവഴി. ഫെബ്രുവരി 19 പുറത്തിറക്കിയ പ്രോസ്പെക്ടസ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ എൻട്രൻസ് കമ്മീഷണർക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം നിയമവിരുദ്ധവും നീതീകരിക്കാൻ കഴിയാത്തതുമാണെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. വൈസ് ചാൻസലറെ വെല്ലുവിളിച്ച് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പായില്ല. രജിസ്ട്രാർക്കുള്ള ഫയലുകൾ KS അനിൽകുമാറിന് അയക്കരുത് എന്നാണ് VC-യുടെ നിർദ്ദേശം. ഇതിനിടെ രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകി സർവകലാശാല ഉത്തരവിറക്കി. കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി കൂടുതൽ സങ്കീർണമായി. രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്നും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന ഉത്തരവ് സുരക്ഷാ ജീവനക്കാർക്കും വൈസ് ചാൻസലർ നൽകി. പക്ഷേ ഈ രണ്ട് ഉത്തരവും പാലിക്കപ്പെട്ടില്ല. ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് തന്നെ പോയി. തടയാൻ സുരക്ഷാ ജീവനക്കാരും മുതിർന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്ന് രജിസ്ട്രാറുടെ മറുപടി. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കഴിഞ്ഞ 7-ാം തീയതി നൽകിയിരുന്നെങ്കിലും ഉത്തരവിറങ്ങിയിരുന്നില്ല. ഇന്ന് രാവിലെ ആ ഉത്തരവും സർവകലാശാല പുറത്തിറക്കി. കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് പകരം ഹേമ ആനന്ദനും ചുമതല നൽകി ഉത്തരവിറക്കി. ഇതിനിടെ KS അനിൽകുമാറിനെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിനെതിരെ ഉടൻ നടപടി വേണ്ടെന്ന് രാജ്ഭവനും തീരുമാനിച്ചു. 24, തിരുവനന്തപുരം. സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നുവെന്നാരോപിച്ച് ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും SFI പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇടത്, യുവജന, വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. SFI പ്രതിഷേധം കണക്കിലെടുത്ത് രാജ്ഭവന് മുന്നിൽ പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന VD സതീശൻ ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഇടത്, വിദ്യാർത്ഥി, യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. സർവകലാശാല വളപ്പിൽ പ്രതിഷേധിച്ച ASF പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സർവകലാശാലയ്ക്ക് പുറത്ത് DYFIയും AIYFും നടത്തിയ പ്രതിഷേധ മാർച്ചുകൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും SFI പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് 24. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊടും ക്രൂരതകൾ അരങ്ങേറിയെന്നും കർക്കശ നടപടികൾക്ക് ഇന്ദിരാഗാന്ധി നിർബന്ധം പിടിച്ചുവെന്നുമാണ് രാജ്യാന്തര മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലെ വിമർശനം. ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ ഹൈക്കമാൻഡ് പ്രതികരിക്കട്ടെ എന്നുമാണ് പ്രതിപക്ഷ നേതാവ് PD സതീശന്റെ പ്രതികരണം. അടിയന്തരാവസ്ഥ രാജ്യത്ത് ഇരുണ്ട കാലഘട്ടമാണ്.
പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥക്കാലത്ത് അരങ്ങേറിയത്. ഇന്ദിരാഗാന്ധിയുടെ കർശന നടപടികൾ പൊതുജീവിതം ഭീതിയിലാക്കി. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടി. അടിയന്തരാവസ്ഥക്കാലത്ത് സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും ശശി തരൂർ വിമർശിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ് ഉപയോഗിച്ചു. ഈ നടപടികൾ നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി പിന്നീട് ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നുവെന്നും പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വിമർശിക്കുന്നു. ശശി തരൂരിന്റെ ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയുന്നില്ലെന്നും വി ഡി സതീശൻ. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. ലേഖനം എഴുതാനുള്ള സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ വിവാദങ്ങളിലൂടെ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയാണ് ശശി തരൂർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ തന്നെ വിമർശിച്ച പ്രവർത്തക സമിതി അംഗത്തോട് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിർണായകമാണ്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ താനെന്ന് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ച സർവേയെ തള്ളി നേതാക്കൾ. വിശ്വാസ്യതയില്ലാത്ത സർവേ എന്നാണ് വിമർശനം. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ശശി തരൂരിന് പരോക്ഷ മുന്നറിയിപ്പുമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ശശി തരൂരിനെ എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ. ഈ സർവേയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശശി തരൂർ തന്നെ എക്സിൽ പങ്കുവച്ചതാണ് കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കിടയാക്കിയത്. എന്നാൽ സർവേയെ അവഗണിച്ചു തള്ളുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സർവേയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. ശശി തരൂരിനെ നേരിട്ട് വിമർശിക്കുകയാണ് കെ മുരളീധരൻ. UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവുള്ളൂ. അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു മുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. അതാണ് വേണ്ടത്. ക്യാപ്റ്റൻ മേജർ വിളികളിൽ വിവാദം കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി സർവേയുമായി തരൂർ എത്തിയത്. സർവേ ഫലം തരൂർ പങ്കുവച്ചത് മനഃപൂർവ്വമെന്ന് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിലും അവഗണിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയും നൽകും. 12.5 ലക്ഷം രൂപ ചെലവിൽ വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തി. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ആശ്വാസധനം വൈകാതെ തന്നെ കൈമാറും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും തീരുമാനിച്ചു. കുടുംബത്തിന് വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. 12.5 ലക്ഷം രൂപയാണ് വീടിനായി ചെലവിടുക. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 12.5 ലക്ഷത്തോളം രൂപ വരും. ആ പണം സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. മകളുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ മുറപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മൾ അത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കേരള സർവകലാശാലയിലെ ഫയലുകൾ വീണ്ടും രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിലേക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയുള്ള ഓൺലൈൻ ഫയൽ സിസ്റ്റം പുനഃസ്ഥാപിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഫയലുകൾ കൈമാറരുത് രജിസ്ട്രാർക്ക് എന്നുള്ളതായിരുന്നു VCയുടെ നിർദ്ദേശം. അതിനെ മറികടന്നിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും അതിനെ മറികടന്നിരിക്കുന്നു. നേരത്തെ ആദ്യം ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയത്. VCക്കുള്ള ഫയലുകൾ രജിസ്ട്രാർ വഴി വരരുത് എന്നുള്ള നിർദ്ദേശം നൽകി. തൊട്ട് പിന്നാലെ ഇന്ന് കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർക്ക് ഡിജിറ്റൽ ഫയലുകൾ
രജിസ്ട്രാർക്ക് അയക്കരുത്, രജിസ്ട്രാർക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഫയലുകൾ KS അനിൽകുമാറിന് അയക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ ഒരു ഫയലുകളും KS അനിൽകുമാറിൻ്റെ ചേംബറിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് വന്നില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇടപെടൽ നടത്തിയിരിക്കുന്നു. എന്തായാലും ഇനി വീണ്ടും ആ ഡിജിറ്റൽ സിഗ്നേച്ചറുള്ള ഫയൽ ക്രമീകരണ സംവിധാനങ്ങൾ, ഫയലിംഗ് സംവിധാനങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ രജിസ്ട്രാർ എന്ന നിലയിലുള്ള ഫയൽ നോക്കാനുള്ള ചുമതല KS അനിൽകുമാറിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കേരള സർവകലാശാല ഭരണ സംവിധാനം പോവുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ രജിസ്ട്രാർ എന്ന നിലയിൽ ആരും ചുമതല ഏറ്റെടുത്തിരുന്നില്ല. അതിനുശേഷമാണ് അനുജ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായി കീം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വരാൻ പോവുകയാണ്. എന്തായാലും ആ ഏറ്റവും നിർണായകമായ പ്രതികരണമാണ്. എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് നിർണായകമാണ്. കീം വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി നേരിട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരുന്ന അപ്പീലും കോടതി പരിഗണിച്ച് പ്രോസ്പെക്ടസ് അമെൻമെൻറ്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ്. സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണോ, അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം, നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല. ഇപ്പോൾ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് ഉൾച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. സുപ്രീം കോടതി ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. മേൽക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് AICTE ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും AICTE ആ ലാസ്റ്റ് ഡേറ്റ് നീട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. നീട്ടുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 അപ്പോൾ അതിന് മുമ്പായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വർഷം ഇപ്പോൾ പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യുന്നതിന് മുൻപുള്ള, അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. പ്രോസ്പെക്ടസിൽ ഗവൺമെൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അത് ഈ അംഗീകരിക്കുന്നത് പറഞ്ഞത് പൂർണ്ണ മനസ്സാലല്ല, സമയപരിമിതി എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കുന്നു, അങ്ങനെയാണോ? അതെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെൻറ് അഭിലഷിക്കുന്നത്. ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ്, എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ അവർക്ക്. കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വക ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്
കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതായത് കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും 35 മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, തൽക്കാലം അത് ഒഴിവാക്കുന്നു, പക്ഷേ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അടുത്ത വർഷം നമുക്ക് സമയം എടുത്ത് തന്നെ നേരത്തെ തന്നെ അത് ചെയ്യണം. വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്. ഇപ്പൊ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമല്ലേ ആലോചിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ വർഷത്തെ കാര്യം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ കാര്യത്തിലാണല്ലോ ഇപ്പൊ വിധി വന്നത്. അടുത്ത വർഷം എന്തെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ? അത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം. അവരുടെ വിഷമം അഡ്രസ്സ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. എല്ലാവരുടെ വിഷമവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചേ തീരൂ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, അതിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. കീമിൽ കോടതി വിധി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അപ്പീലിന് പോകുന്നില്ല. കാരണം ഈ പ്രവേശന നടപടിക്രമങ്ങൾ ഓഗസ്റ്റ് 14 പൂർത്തിയാക്കേണ്ടതുണ്ട് AICT നിർദ്ദേശപ്രകാരം. അതുകൊണ്ട് പഴയ രീതിയിൽ തന്നെയാകും ഇത്തവണയും പുതുക്കിയ റാങ്ക് പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കിയത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, അങ്ങനെ പഴയ രീതിയിലേക്ക് തന്നെ സർക്കാരിന് പോകേണ്ട അവസ്ഥ അത് സർക്കാർ തന്നെ ഒരർത്ഥത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചതാണ് എന്നതാണ് യാഥാർത്ഥ്യവും. ഇന്ന് തന്നെ പുതുക്കിയ പട്ടിക വരും, പക്ഷെ വലിയ മാറ്റം ഉണ്ടാകില്ല എന്ന് മന്ത്രി പറയുന്നു. അത് വസ്തുതയാണോ? ഇപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്ന തീരുമാനമല്ലേ? തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. കാരണം നിലവിൽ റാങ്ക് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ വന്ന 2 വിദ്യാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ ആ 2 വിദ്യാർത്ഥികളും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ പഴയ രീതി അവലംബിക്കുമ്പോൾ ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 300 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് 273 മാർക്കായി കുറയുകയും അവർ 1ാം റാങ്കും 2ാം റാങ്കും വാങ്ങിയ കുട്ടികളെല്ലാം താഴേക്ക് പോവുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. എന്തായാലും മന്ത്രി പറഞ്ഞത് നിലവിൽ പഴയ രീതി, അതായത് മുൻ വർഷങ്ങളിൽ അവലംബിച്ച അതേ രീതി തന്നെ ഇത്തവണയും അത് പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഫലമായി സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ട് പോകേണ്ടി വരും. എങ്കിലും ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല എന്നാണ് മന്ത്രി അടക്കം പറയുന്നത്. അതിന് കാരണം ഈ CBSE പഠിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം 2500-3000 മാത്രമാണ്, വളരെ കുറവാണ്. ഇപ്പോൾ 76,000-ലധികം പേരാണ് കീം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇതൊരു അനീതിയുണ്ട്. കാരണം കാലങ്ങളായി തുടർന്നു വന്ന ഒരു രീതി മാറ്റാൻ സർക്കാർ ശ്രമിച്ചു, പക്ഷേ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്തായാലും ഇന്ന് തന്നെ ഈ പഴയ രീതിയിലുള്ള എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താം എന്നുള്ള ആ വാദത്തിൽ എപ്പോഴും മന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കോടതി അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പഴയ രീതിയിൽ തന്നെ പുതുക്കിയ റാങ്ക് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. മലയാളം മിഷൻ ആവടി മേഖലയുടെ നേതൃത്വത്തിൽ അറിവോരം സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു. മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഓർമ്മ പുതുക്കിയായിരുന്നു ക്യാമ്പ്. MT കൃതികളെ കോർത്തിണക്കിയ ചിത്രരഥം എന്ന പ്രത്യേക കലാപരിപാടിയും നടന്നു. കുട്ടികൾക്കായി പ്രത്യേക ഭാഷാ പഠന സെഷനുകളും നടന്നു. 250 കുട്ടികളാണ് പങ്കെടുത്തത്. മലയാളം മിഷൻ മേഖലാ കോർഡിനേറ്റർ രഞ്ജു M റഷീദ് നേതൃത്വം നൽകി. MU റെയ്മണ്ട്, V വിജയകുമാർ, ബിന്ദു വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. RK വെഡ്ഡിംഗ് മാളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ പ്രവർത്തനം തുടങ്ങി. ബോളിവുഡ് നടി സണ്ണി ലിയോണി ഷോറൂം ഉദ്ഘാടനം ചെയ്തു.
RK ഗ്രൂപ്പിന്റെ 8ാമത്തെ ഷോറൂമാണ് തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിയത്. 8 നിലകളിലായി 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള മാൾ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. 9 രൂപ മുതലുള്ള ഉൽപ്പന്നങ്ങൾ മാളിൽ നിന്ന് ലഭ്യമാകും. 1997 RK ഗ്രൂപ്പ് ടെക്സ്റ്റൈൽസ് ബിസിനസ് രംഗത്തേക്ക് കടന്നത്. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.